ഹലോ, ഞാൻ നയന. അപ്പോൾ ഇന്നൊരു സൺഡേ ആണേ. അപ്പോൾ സൺഡേ ആയിട്ട് വീട്ടിൽ നിന്നപ്പം ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. റോസ്മേരി വാട്ടറിൻ്റെ കുപ്പിയിൽ ഞാൻ ഉണ്ടാക്കിയൊരു പാക്കാണ്. അത് തേച്ചപ്പോൾ എനിക്ക് മുടി നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. കോവിലിൽ പോകാൻ ഉദ്ദേശിച്ചു. കാരണം കുറേ ദിവസമായി കോവിലിൽ പോയിട്ട് മാസങ്ങളായി തോന്നുന്നു. അപ്പം സൺഡേ എനിക്ക് അധികം വീട്ടിൽ നിൽക്കാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. കാരണം ഞാൻ നല്ല ലേറ്റായി എണീറ്റത്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ തീർന്ന് ഞാൻ നല്ല ഞെക്കി എടുക്കുകയാണ്. ഞാൻ എണീറ്റപ്പം തന്നെ 7:30 ആയി. അപ്പോൾ 7:30 കഴിഞ്ഞ് നട അടയ്ക്കും മുന്നേ എനിക്ക് എത്തണമല്ലോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോവിൽ തന്നെയാണ്. എങ്കിലും ചിലപ്പോൾ നട അടച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ വെപ്രാളപ്പെട്ട് ഒരുങ്ങുകയാണ്. അടുത്ത് സൺസ്ക്രീൻ എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. സൺസ്ക്രീൻ എടുത്തു കഴിഞ്ഞ് ആയിട്ടാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒറ്റ കൈയിൽ ക്യാമറ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. അത് തന്നെ നന്നായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഫോൺ കട്ടാക്കിയിട്ട് നേരെ അപ്ലൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം അധികം ഒരുങ്ങിയൊന്നും ചെയ്യണില്ല. ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ കരി പോലും എഴുതിയില്ല കേട്ടോ. കരി എഴുതാൻ നമ്മൾ കണ്ണ് ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. ചത്ത കണ്ണ് പോലെ ഇരിക്കുന്നുണ്ട്. എനിക്കിന്ന് മേക്കപ്പൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. മേക്കപ്പ് ചെയ്യാനുള്ള പ്രൊഡക്റ്റും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ എൻ്റെ രീതിയിലായിട്ടുള്ള ചെറിയ രീതിയിലെ മേക്കപ്പാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ വേറെ പെട്ടെന്ന് എനിക്ക് സമയമായി. അതിനിടയിൽ കൂടെ വീഡിയോ എടുക്കണോണ്ടേ എനിക്ക് നേരെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിനിടയിൽ കൂടെ അമ്മ പറയാണ് പെട്ടെന്ന് റെഡിയാവുക, നട അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയായി ലിപ്സ്റ്റിക്ക് വിട്ട്. പിന്നെ എനിക്ക് തല കെട്ടാനാണ് ടാസ്ക്. എനിക്ക് നേരെ തല കെട്ടാൻ അറിഞ്ഞൂടാ. അതുപോലെ നനഞ്ഞ മുടി ഞാൻ ചീപ്പ് കൊണ്ട് കോതാറില്ല. അപ്പോൾ അതുകൊണ്ട് തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടുന്നത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ വലിച്ച് വാരി ഞാൻ തല കെട്ടിയിട്ടുണ്ട്. തല കെട്ടിയത് എനിക്ക് ഒരിക്കലും ശരിയാവില്ല. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പം തല കെട്ടുമ്പോൾ കൊള്ളായിരിക്കും. പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് തല കെട്ടുമ്പോൾ ശരിയാവാറില്ല. അങ്ങനെ ഞാൻ 2 കമ്മലിൽ ഏതിടണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇതിടാൻ പറഞ്ഞു. ഞാൻ കുറച്ച് സ്പീഡിലാണല്ലേ സംസാരിക്കുന്നത്. കുറച്ചല്ല, കുറച്ചധികം സ്പീഡിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് സംസാരിക്കാൻ നോക്കാം കേട്ടോ. എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി. എൻ്റെ അനിയത്തിയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നത്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വാങ്ങി തന്നെയാണ് എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ കോവിലിൽ പോയി. അവിടെ കോവിൽ ഉത്സവം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റേതായ പണി അവിടെ നടക്കുകയാണ്. പണ്ടൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇവിടുത്തെ കോവിൽ ഉത്സവത്തിന് ഞാൻ എന്നും പോകുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഡ്യൂട്ടി ആവണം. എനിക്ക് ലീവ് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കോവിലിൽ നിന്ന് തൊഴുതിറങ്ങി. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് വേറൊരു കോവിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി തൊഴുതു. ഞാൻ വിചാരിച്ച് നട അടച്ച് കാണുമെന്ന്. പക്ഷേ നട അടച്ചില്ല. എനിക്ക് തൊഴാൻ പറ്റി. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ പോയി തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിൽ വന്ന് അമ്മ എനിക്ക് ദോശ ചുട്ട് തന്നു. എനിക്കിങ്ങനെ ചൂടോടെ ദോശ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. സാമ്പാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ എനിക്കമ്മ മുട്ടയും കൂടെ പൊരിച്ച് തന്നു കേട്ടോ. അങ്ങനെ ദോശയും സാമ്പാറും മുട്ടയും ആയിട്ട് നന്നായിട്ട് കഴിച്ചു. അങ്ങനെ വൈകിട്ട് എനിക്ക് പുറത്ത് പോകണം. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരാം.